നിയമസഭയിൽ ഇന്നും സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. IC ബാലകൃഷ്ണൻ, AKM അഷ്റഫ് എന്നിവർ UDF-നായി സഭാ കവാടത്തിൽ സത്യാഗ്രഹത്തിലാണ്. സർ, ഞങ്ങൾ നേരത്തെ ഈ സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമാണ്. ഞങ്ങൾ ആ സമരം തുടരുകയാണ്. സാർ, ഇന്നു മുതൽ ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ IC ബാലകൃഷ്ണനും ശ്രീ AKM അഷ്റഫും നിയമസഭാ കവാടത്തിന് മുമ്പിൽ സത്യാഗ്രഹം തുടരുകയാണ് എന്നുള്ള കാര്യം അങ്ങയെ അറിയിക്കുന്നു. പ്രതിപക്ഷ സമരം തുടരുന്നു. നിയമസഭാ കവാടത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. IC ബാലകൃഷ്ണനും AKM അഷ്റഫും നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചുവെന്ന പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അല്പം മുമ്പ് വെളിപ്പെടുത്തി. ഉമേഷ് ബാലകൃഷ്ണൻ നിയമസഭയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബജറ്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചതാണ്. അന്ന് നജീബ് കാന്തപുരവും കരുനാഗപ്പള്ളി MLA CR മഹേഷുമായിരുന്നു സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. അതിനുശേഷം ബജറ്റ് നടക്കുന്ന അന്ന് അവരുടെ സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചിരുന്നു. എന്തായാലും ബജറ്റ് സമ്മേളനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും രണ്ടുപേർ ഇപ്പോൾ സത്യാഗ്രഹ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. IC ബാലകൃഷ്ണൻ ഒപ്പം AKM അഷ്റഫ് എന്നിവരാണ്, അതായത് മഞ്ചേശ്വരം MLA AKM അഷ്റഫും സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ എന്നിവരാണ് വീണ്ടും സത്യാഗ്രഹ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. 3 ദിവസം, അതായത് ബുധനാഴ്ച വരെയാണ് ഇനി ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള മറുപടി തുടരുക. അതുമായി ബന്ധപ്പെട്ട പൊതുചർച്ചയും അതിന്റെ മറുപടിയും. അതുവരെ ഇവർ രണ്ടുപേരും തുടരും. അതിനുശേഷം ഇടവേളയുണ്ട്. ഇടവേള സമയത്ത് വീണ്ടും മറ്റൊരാൾ വീണ്ടും വരും. അത് ആ ഇടവേള സമയത്ത് സത്യാഗ്രഹ സമരത്തിൽ നിന്ന് പിന്മാറും. എന്തായാലും നിലവിൽ പ്രതിപക്ഷം സഭയുമായി സഹകരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം അവർ ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. സഭാ കവാടത്തിൽ ഇവരുടെ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ്. അതിനുശേഷം സ്വതന്ത്ര വേളയിൽ തന്നെ ഇവർ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.